Hi friends, welcome to Pre-Success Course. ഇന്ന് നമ്മൾ കാണാനിരിക്കുന്ന വിഷയം കണ്ടീഷണൽ ക്ലോസസ്. നമുക്കറിയാം ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കണ്ടീഷണൽ ക്ലോസസ്. എന്താ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? അതായത് നമ്മുടെ ഇതുവരെ എഴുതിയ എല്ലാ PSC എക്സാമിലും നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മിനിമം ഒരു ചോദ്യമെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് വരാതിരുന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ സാധാരണ PSC എന്ന് പറയുന്നത് ഓരോ എക്സാം വയ്ക്കുമ്പോഴും അവർ പ്രാർത്ഥിച്ചിട്ട് തന്നെ തുടങ്ങുന്നതായിരിക്കും ആരും ഇതിൽ ജയിക്കരുത് എന്ന്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവർ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ അവർ മാക്സിമം ആഡ് ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഫാക്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഫാക്ട്സിൽ നമ്മൾ എങ്ങനെ അതിനെ ക്രാക്ക് ചെയ്യാം, നമുക്ക് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, അതിനെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ നിർബന്ധമായിട്ടും ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം കൺഫ്യൂഷൻ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, കണ്ടീഷണൽ ക്ലോസസ്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് കണ്ടീഷണൽ ക്ലോസസ്. ഓക്കെ, കണ്ടീഷൻ ഓർക്കുക, കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് ക്രമം അല്ലേ, ഈ ഒരു രീതിയിൽ തന്നെ പോകണം എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കണ്ടീഷനിൽ ക്ലോസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി വന്നിരിക്കുന്നത്. എന്താണ് ഈ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെയിൻ സെൻറ്റൻസ് എന്നും അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും രണ്ട് സബോർഡിനേറ്റ് എന്നും. ഓക്കെ, സബോർഡിനേറ്റ് സെൻറ്റൻസ് എന്നും നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ സബ് സെൻറ്റൻസ് എന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, എന്ത് കാരണം ഇതിന് മെയിൻ എന്നും പിന്നെ രണ്ടാമതിനെ സബോർഡിനേറ്റ് അല്ലെങ്കിൽ സബ് സെൻറ്റൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. മെയിൻ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് ഞാൻ എഴുതുന്നു, ആ സെൻറ്റൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന് നിലനിൽക്കാൻ പറ്റും. അതായത് വേറെ ഒരു സെൻറ്റൻസിൻ്റെ സഹായം ഇല്ലാതെ നിലനിൽക്കാൻ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ മെയിൻ സെൻറ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സബോർഡിനേറ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് നമ്മൾ എഴുതിയാലും അതിന് വേറെ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ അതിന് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ നോക്കിക്കേ, ഇങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് വരുന്നുണ്ട്, ഇഫ് യു വർക്ക്. ഇത്രയേ ഉള്ളൂ. ഇതൊരു സബോർഡിനേറ്റ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ മീനിങ്? ഇഫ് യു വർക്ക്, നീ വർക്ക് ചെയ്താൽ അതിനപ്പുറം എന്താണ്? അതിന് ഫുൾഫിൽ ഇല്ല അല്ലേ. എന്നാൽ തിരികെ ഇങ്ങനെ പറയുന്നു, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഓർക്കുക, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അപ്പോൾ യു വിൽ പാസ് എന്ന് പറയുന്ന സെൻറ്റൻസ് വന്ന കാരണം കൊണ്ടാണ് ഇവിടെ ഇഫ് യു വർക്ക് എന്നുള്ളത് അവിടെ സേഫായിട്ട് നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ. സോ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പറയുന്നത് അത് സബോർഡിനേറ്റ് എന്നും പിന്നെ നിലനിൽക്കാൻ പറ്റുന്നതിനെ നമ്മൾ മെയിൻ എന്നും പറയുന്നത്. ഇപ്പോൾ ഓർക്കുക, ഒന്നും കൂടി പറയുന്നു, മുഴുവൻ അർത്ഥം അല്ലെങ്കിൽ മുഴുവനും ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളെ നമ്മൾ മെയിൻ സെൻറ്റൻസ് എന്നും, എന്നാൽ വേറെ സെൻറ്റൻസിൻ്റെ സഹായമില്ലാതെ നിലനിൽക്കാൻ പറ്റാതെ വരുന്ന ചില സെൻറ്റൻസുകളുണ്ട്, അതിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് സെൻറ്റൻസ് എന്നും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ സെൻറ്റൻസിൻ്റെ ബേസിലാണ് ഈ കണ്ടീഷണൽ ക്ലോസ് വരുന്നത്. ഈ കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് ഫസ്റ്റ് വൺ ഈഫ് എന്ന് പറയുന്ന സെൻറ്റൻസ്, ഈഫ് എന്ന് പറയുന്ന ഒരു വേർഡ്. ഇനി രണ്ടാമത്തതാണ് അൺലെസ്. ഓക്കെ, രണ്ടാമത് അൺലെസ്. ഈ ഈഫും അൺലെസ്സും എന്താ എന്നുള്ളത് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കാം. അതിന് മുമ്പ് ഒരു ചെറിയ ഹിൻഡ് ഞാൻ തന്നിട്ട് പോകുന്നു. ഈഫ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാക്കാണ്, പോസിറ്റീവ്. ഓക്കെ, എന്ന് വെച്ചാൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തു പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ ക്ലോസിൽ വരുന്ന വേർഡ്. എന്നാൽ അൺലെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് നെഗറ്റീവ് വാക്കാണ്. അപ്പോൾ ഇത് എവിടെ നമ്മൾ ഉപയോഗിക്കും, എങ്ങനെ നമുക്ക് ഉപയോഗിക്കും, ഇനി ഇതിൻ്റെ റൂൾസ് എന്താ എന്നുള്ളതെല്ലാം നമ്മൾ ഇപ്പോൾ കാണുന്നു. ഓക്കെ, സിമ്പിൾ റൂൾസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് റൂൾ ഞാൻ ആദ്യമേ തന്നെ ഒന്നും കൂടി ഈ സബോർഡിനേറ്റ് ക്ലോസിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, സബോർഡിനേറ്റ് ക്ലോസ് ആണ് I were a bird. ഓക്കെ, I were a bird. ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ, ഇത്രയേ ഉള്ളൂ.
ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും അത് കഴിഞ്ഞിട്ട് എന്താണ്, പക്ഷേ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും അല്ലേ? നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യ ചിഹ്നം വരുന്നു അല്ലേ? അപ്പം ഓർക്കുക, ഈ ചോദ്യ ചിഹ്നത്തെ ഞാൻ അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഒരു ആൻസർ എഴുതിയാൽ മാത്രമേ ഈ ഒരു സെൻറ്റൻസ് പൂർത്തിയാകത്തുള്ളൂ. എക്സാമ്പിൾ നോക്കിയേ, ഐ വെയർ എ ബേർഡ്, ഐ വുഡ് ഫ്ലൈ അല്ലേ? ഇപ്പോൾ നോക്കിക്കേ, ഞാനൊരു ബേർഡായിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ അല്ലേ? ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. ഇപ്പോഴാണ് ഇത് നമുക്ക് സെൻറ്റൻസ് പൂർത്തീകരിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ വേറൊരു സംഭവം കാര്യം നോക്കിക്കേ, മെയിൻ ക്ലോസിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഐ വുഡ് ഫ്ലൈ എന്ന് പറയുന്നത് ഏതോ ഒരു സെൻറ്റൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത കാരണം കൊണ്ടാണ് ഐ വെയർ എ ബേർഡ് എന്നുള്ളത് നിലനിന്നത് അല്ലേ? അതുപോലെ മെയിൻ വെർബിനും ഞാൻ പറയുന്നു. സിമ്പിളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, അതിന് ഈസി ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ നോക്കുന്നു, യു വുഡ് നോട്ട് പാസ്. ഓക്കെ, യു വുഡ് നോട്ട് പാസ് എന്ന് പറഞ്ഞാൽ നീ ജയിക്കത്തില്ല, ഇത്രയേ ഉള്ളൂ. അത് നിലനിൽക്കാമല്ലോ. അതിന് നമ്മൾ ചോദിക്കുമോ എന്ത് കാരണം കൊണ്ട് നമ്മൾ തോറ്റു പോകുന്നു, അതൊക്കെ അടുത്ത ഇതിലായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ഓർക്കുക, യു വുഡ് നോട്ട് പാസ് എന്ന് വെച്ചാൽ അത് നിലനിൽക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഐ വെയർ എ ബേർഡ് അത്രയേ ഉള്ളൂ. ഐ വെയർ എ ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നിലനിൽക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രമേ അത് ഫുൾഫിൽ ആവുള്ളൂ. എന്നാൽ യു വുഡ് നോട്ട് പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നതാണ് വിജയിക്കില്ല എന്ന് പറയുന്നത്, അത് നിലനിൽക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് നിലനിൽക്കും. ഇതിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നും അതുപോലെ മെയിൻ ക്ലോസ് എന്നും നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കണ്ടീഷണൽ ക്ലോസിൽ ഒരു 3 റൂളുണ്ട്. ഈ റൂൾസിനെയാണ് നമ്മൾ തറവായിട്ട് പഠിക്കേണ്ടത്. തറവായിട്ട് പഠിക്കാനല്ല, അത് ലോജിക്ക് വെച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഈ റൂൾസ് നമ്മുടെ മനസ്സിലിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അതിനു മുമ്പ് നമ്മൾ ഈ റൂൾസ് പഠിക്കുന്ന മുമ്പ് മെയിനായിട്ട് വെർബ് എന്നുള്ള ഒരു സംഭവം നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, വെർബ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് പറയാൻ പറ്റും, വെർബ് എന്ന് പറയുന്നത് ഒരു ആക്ടിങ് വേർഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ സാധാരണമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാം, നോക്കിക്കേ, ഗോ എന്ന് പറയുന്ന ഒരു വാക്ക്, ഒരു വേർഡാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. ഈ ഗോ എന്ന് പറയുന്നത് ഐ ഗോ ടു സ്കൂൾ എന്ന് പറയുന്നു. ഈ രണ്ടിനും വ്യത്യാസം ഒന്നുമില്ല. എന്താ കാരണം? ഈ ഗോ എന്ന് പറയുന്നതിൻ്റെ കൂടെ ഞാൻ വേറെ ചില വാക്കുകൾ അല്ലെങ്കിൽ ആഡ് ചെയ്തതേ ഉള്ളൂ അല്ലേ? അത് വേറെ ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഗോ എന്ന് പറയുന്നത് ഒരു വാക്ക് സ്വാഭാവികമായിട്ട് ചുമ്മാ എഴുതിയാലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാലോ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോകുക എന്ന് അല്ലേ? അല്ലെങ്കിൽ ഈ പോകുക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം എന്താണ്? ഗോ എന്ന് പറഞ്ഞത് ആക്ടിങ് വേർഡാണ്. സോ ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ വെർബിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെർബിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ആദ്യത്തെ ഒരു 3 ക്ലാസിഫിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ത് കാരണം ഈ വെറും 3 മാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഈ കണ്ടീഷണൽ ക്ലോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണം നോക്കിക്കേ, ഗോ എന്ന് പറയുന്നതിനെ ഞാൻ V1 എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം, ഇതിനെ ഞാൻ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നു. പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത്. ദെൻ ഗോയുടെ അടുത്ത ഫോമാണ് വെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ V2 എന്ന് വിളിക്കുന്നു. ദാറ്റ് മീൻസ് ഇത് പാസ്റ്റ് ഫോമാണ്, പാസ്റ്റ് ഫോം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഗോൺ ആണ്. ഇത് V3 ഫോം എന്ന് ഞാൻ വിളിക്കുന്നു. ദാറ്റ് മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പ്രസൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്നത്, പാസ്റ്റ് എന്ന് വെച്ചാൽ ഇന്നലെ നടന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് വെച്ചാൽ നമ്മൾ ടെൻസസ് പഠിക്കുമ്പോൾ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിക്കും. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഇവ തമ്മിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെയാണ് നമ്മൾ ഈ ഗോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ V3 ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഓർത്ത് വയ്ക്കുക, V1, V2, V3 ഈ ഫോംസ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കണ്ടീഷണൽ ക്ലോസസ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലായിരിക്കും ഓരോ കാര്യങ്ങളും. അപ്പം 2 കാര്യം ഞാൻ മെയിനായിട്ട് പറഞ്ഞു. ഒന്ന്, സബോർഡിനേറ്റ് ക്ലോസ് നോക്കണം, അതുപോലെ മെയിൻ ക്ലോസ്. അതിൽ വരുന്ന വെർബിനും വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ റൂൾ ബേസിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, റൂൾ നമ്പർ 1 നോക്കിക്കേ. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിലുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് വെർബ് 1 ആണെങ്കിൽ
നമ്മൾ എഴുതാൻ പോകുന്ന മെയിൻ വെർബ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആകാം അതാണ് ചോദിക്കുന്നത്. വിൽ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ മേ, അതും അല്ലെങ്കിൽ ക്യാൻ, അതിൻ്റെ കൂടെ നമ്മൾ എന്തെഴുതും? വെർബ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പ്രസൻറ്റ് വെർബ് അല്ലേ, വെർബിൻ്റെ ഫസ്റ്റ് ഫോം V1 ആണ് എഴുതുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിളൊക്കെ നമുക്ക് താഴെ നോക്കാം. ഇനി രണ്ടാമത്തെ റൂൾ നോക്കിക്കേ. സബോർഡിനേറ്റ് ക്ലോസിൽ V2 എന്ന് വരുവാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് വുഡ് അല്ലെങ്കിൽ ഷുഡ്, അതും അല്ലെങ്കിൽ മൈറ്റ് അല്ലെങ്കിൽ കുഡ്, അതിൻ്റെ കൂടെ V1 ഫോം. നോക്കിക്കേ, ഈ റൂൾ നമ്പർ 1ഉം 2ഉം നമ്മൾ ഒന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കേ, സബോർഡിനേറ്റ് ക്ലോസ് V1ൽ വില്ല്, ഷാള്, മേ, ക്യാൻ, ഇതിൻ്റെ നേരെ പാസ്റ്റ് ഫോം തന്നെയാണ് വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് അല്ലേ. നോക്കിക്കേ, വിൽ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റാണ് വുഡ്, ഷാളിൻ്റെ പാസ്റ്റാണ് ഷുഡ്, മേയുടെ ആണെങ്കിൽ മൈറ്റ്, ക്യാൻ്റെ ആണെങ്കിൽ കുഡ്. ഇതിൻ്റെ കൂടെ വെർബിൽ ചേഞ്ചസ് ഇല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെർബിൽ ചേഞ്ചസ് ഇല്ല, V1 ആണ്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ട് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ള ഫോമാണ് ഇത്. സബോർഡിനേറ്റ്, അതായത് റൂൾ നമ്പർ 3ൽ വരുന്നത് സബോർഡിനേറ്റ് ക്ലോസ് V3. ഓക്കെ, സബോർഡിനേറ്റ് ക്ലോസിൽ വരുന്നത് നോക്കിക്കേ, എക്സ്ട്രാ ഒരു സംഭവം വന്നിട്ടുണ്ട്, ഹാർഡ് V3 എന്ന് വെച്ചാൽ എന്താണ്? എക്സാമ്പിൾ ഞാൻ എഴുതുവാണെങ്കിൽ ഹാർഡിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഫോം, ഞാൻ ഇപ്പോൾ ഗോ ആണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഗോയുടെ V3 ഫോമാണ് ഗോൺ അല്ലേ. ഇനി കം എന്ന് പറയുന്ന ഒരു ഫോം ഞാൻ എടുക്കുന്നു, കമ്മിൻ്റെ ആണെങ്കിൽ കം, കെയിം, കമ്മാണ് അല്ലേ. അപ്പം ഹാഡ്, കം. ഇനി ഇതുപോലെ ഓരോ വെർബും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ V1, V2, V3 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ ഹാഡിൻ്റെ കൂടെയാണ് നമ്മൾ ഈ തേർഡ് റൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ എന്തായിരിക്കും? വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ മൈറ്റ് അല്ലെങ്കിൽ കുഡ്, അതിൻ്റെ കൂടെ നമ്മൾ ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നോക്കിക്കേ, എങ്ങനെ വരാം? വുഡ് ഹാവ്, ഓർക്കുക, വുഡ് ഹാവ്, അതിൻ്റെ കൂടെ V3 ഫോമാണ് ഗോൺ. ഓക്കെ, വുഡ് ഹാവ്, അതിൻ്റെ കൂടെ V3 ഫോമായ ഗോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ കുറേ എക്സാമ്പിളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകും. ഓക്കെ, റൂൾ നമ്പർ 1 ഓർക്കുക. റൂൾ നമ്പർ 1 ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ ക്ലോസ് ഉണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് പഠിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് നമ്മുടെ റൂൾ എന്താണെന്ന് നമുക്കറിയാം. റൂൾ ഇതാണ്, സബോർഡിനേറ്റ് ക്ലോസിൽ വെർബ് V1 ആണെങ്കിൽ, ഓർക്കുക, വെർബ് V1 ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കും? മെയിൻ വെർബിലും വെർബിന് ചേഞ്ചസ് ഇല്ല, ബട്ട് അവിടെ എഴുതേണ്ടത് വില്ലോ അല്ലെങ്കിൽ ഷാൾ അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ ക്യാൻ, ഇവ ഉപയോഗിച്ച് നമ്മൾ എഴുതണം. ഓക്കെ, എങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ, ഒരു എക്സാമ്പിൾ പറയുന്നു, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഓർക്കുക, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. നോക്കിക്കേ, ഇനി ഞാൻ പറഞ്ഞ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. വെർബ് 1 V1, സബോർഡിനേറ്റ് ക്ലോസിൽ വെർബ് V1 ആയിരിക്കണം. നോക്കിക്കേ, വർക്ക് എന്ന് പറയുന്നത് V1 ആണ് അല്ലേ. വർക്ക് എന്ന് പറയുന്നത് V1 ആണ്, അതിൻ്റെ പാസ്റ്റ് ഫോം ആയിരിക്കും വർക്ക്ഡ് അല്ലേ. സോ വെർബ് V1 ആയി എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ അടുത്തതാണ് വിൽ, ഷാൾ, മേ, ക്യാൻ പ്ലസ് വെർബ് ഫോം അല്ലേ. ഓക്കെ, യു വിൽ പാസ്. ഓക്കെ, യു വിൽ പാസ്, നമ്മൾ പറഞ്ഞ പോലെ വില്ല് തന്നെയാണ് വന്നിരിക്കുന്നത്, വിൽ പാസ്. ഓക്കെ, ഇനി നമുക്കൊരു സംശയം വന്നു, എനിക്ക് എഴുതേണ്ടത് ഇനി ഇപ്പോൾ വില്ല് വെച്ച് എനിക്കൊരു എക്സാമ്പിൾ തന്നു, പക്ഷേ എനിക്കിനി ഷാൾ വെച്ചാണ് എനിക്ക് വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, പ്രോണൗണിലെ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ, തേർഡ് പേഴ്സൺ പ്ലൂറൽ ഉണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഇതാണ്, ഐ എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ നേരെ പ്ലൂറലാണ് വി അല്ലേ. സോ എനിക്ക് ഐ കൂട്ടി നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസിൽ വെർബും ചേർന്ന് വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഷാൾ എഴുതും. എക്സാമ്പിൾ നോക്കി, ഇഫ് ഐ വർക്ക് ഹാർഡ്, അപ്പോൾ എഴുതാം ഐ ഷാൾ പാസ്. ഓക്കെ, ഐ ഷാൾ പാസ്, ഇതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇതുപോലെ തന്നെയാണ് മേയും
ക്യാനും ഉപയോഗിക്കുക. അപ്പം ഏതാണോ വരുന്നത് അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ബേസിൽ ഈ മേയും ക്യാനും നമ്മൾ മാറ്റി മാറ്റി നമ്മൾ ചെയ്യും. ഇപ്പോൾ സെൻറ്റൻസിൻ്റെ ബേസിൽ വേണം നമ്മൾ എഴുതി തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഓർക്കുക, സബോർഡിനേറ്റ് ക്ലോസിൽ വെർബ് 1 ആണെങ്കിൽ അതേ വെർബ് 1 തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ മെയിൻ ക്ലോസിൽ ആഡ് ചെയ്യുന്ന ചില ആക്സിലറി വെർബ്സ് ആണ് വിൽ, ഷാൾ, മേ, ക്യാൻ. ഇത് ഓരോ സെൻറ്റൻസിൻ്റെ ബേസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ സെൻറ്റൻസ് അല്ലെങ്കിൽ റൂൾ നമ്പർ 2 നമുക്ക് കടക്കാം. റൂൾ നമ്പർ 2 പറയുന്നത് ഇത് തന്നെയാണ്. സബോർഡിനേറ്റ് ക്ലോസിൽ വെർബ് 2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വെർബ് 1 തന്നെയായിരിക്കണം. എന്നാൽ ആക്സിലറി വെർബ് എന്ന് പറയുന്നത് വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് ഇതിലേതെങ്കിലും ആയിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇഫ് യു വർക്ക്ഡ് ഹാർഡ് യു വുഡ് പാസ്. ഓക്കെ, V2 ആണ് വന്നിരിക്കുന്നത്. V2 ആണ്. വുഡ് അല്ലെങ്കിൽ ഷുഡ്, മൈറ്റ്, കുഡ് ഏതും ആയിക്കോട്ടെ. എന്നാൽ വെർബ് എന്ന് പറയുന്നത് എന്താണ്? V1 ആണ്. V1 വെർബാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, V1 ആണ്. സോ അപ്പം വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് റൂൾ നമ്പർ 2 എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചാൽ മതി, അത് പാസ്റ്റ് ഫോം ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് ഈസി ആയിരിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രസൻറ്റ്, സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് പാസ്റ്റ് ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. ആ റൂളിൻ്റെ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, ഇനി തേർഡ് സബോർഡിനേറ്റ് അല്ലെങ്കിൽ തേർഡ് കണ്ടീഷണൽ ക്ലോസിലേക്ക് നമുക്ക് കടക്കാം. തേർഡ് കണ്ടീഷണൽ ക്ലോസ് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. നോക്കി, സബോർഡിനേറ്റ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരുവാണെങ്കിൽ നമ്മൾ വുഡിൻ്റെ കൂടെ ഹാവ് പ്ലസ് V3 എഴുതാം, അല്ലെങ്കിൽ ഷുഡിൻ്റെ കൂടെ ഹാവ് പ്ലസ് V3 എഴുതാം, അല്ലെങ്കിൽ മൈറ്റിൻ്റെ കൂടെ ഹാവ് പ്ലസ് V3 എഴുതാം. അതും അല്ലെങ്കിൽ കുഡിൻ്റെ കൂടെ ഹാവ് പ്ലസ് V3 നമ്മൾ എഴുതാം. ഓക്കെ, അത് എങ്ങനെയാണ്? എക്സാമ്പിളാണ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്. ഓക്കെ, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ഇത് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ദെൻ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് അതിൻ്റെ കൂടെ ഹാവ് അല്ലെങ്കിൽ ഹാവിൻ്റെ കൂടെ V3 എഴുതണം അല്ലേ. സോ വുഡിൻ്റെ കൂടെ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം ഒന്നും കൂടി ഓർക്കുക, റൂൾ നമ്പർ 1 എന്ത് പറയുന്നു, 2 എന്ത് പറയുന്നു, 3 എന്ത് പറയുന്നു, നന്നായിട്ട് നോക്കുക. 3ൽ നമുക്ക് മാറ്റം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഹാവ് പ്ലസ് V3 എഴുതുക. എപ്പോഴാണ്? സബോർഡിനേറ്റ് ക്ലോസിൽ ഹാർഡ് പ്ലസ് V3 വരുമ്പോൾ. ബാക്കിയുള്ളത് പ്രസൻറ്റും പാസ്റ്റും ഓർത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ 3 നമ്മുടെ കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതാണ് ഇത്രയും നേരം ഞാൻ ഇഫിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അൺലെസ് എന്നുള്ള ഭാഗം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അൺലെസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു നെഗറ്റീവ് ഫോമാണ്. ഓർക്കുക, അതൊരു നെഗറ്റീവ് ഫോം അല്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നെഗറ്റീവായിട്ട് നമ്മൾ എഴുതുന്നതാണ്. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ പറഞ്ഞു കണ്ടീഷണൽ ക്ലോസിൽ 2 ഫോംസ് ഉണ്ട്, 2 ക്ലോസസ് ഉണ്ട്. ആ ക്ലോസ് ആദ്യത്തെ ക്ലോസ് മെയിൻ ക്ലോസ് എന്നും രണ്ടാമത്തെ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ, അൺലെസ് എന്ന് പറഞ്ഞ് സബോർഡിനേറ്റ് ക്ലോസിൽ വരുവാണെങ്കിൽ നമ്മൾ നോട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ, സബോർഡിനേറ്റ് ക്ലോസിൻ്റെ കൂടെ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ അൺലെസ് ഉപയോഗിച്ച് നമ്മൾ എഴുതുവാണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നെഗറ്റീവ് മീനിങ് വരുന്നതായിട്ട് നമ്മൾ എഴുതാറില്ല. കാരണം എന്നാ, 2 നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി പോകും അല്ലേ. അൺലെസ്സും നോട്ടും എഴുതി കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെൻറ്റൻസ് ആയിപ്പോയി. അപ്പോൾ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്, ഈ അൺലെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ നോട്ടും നമ്മൾ പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ്, അത് ഈസിയാണ്. അത് കാരണമാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു സെൻറ്റൻസ് നമുക്ക് കടക്കാം. നോക്കിക്കേ, ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയാണ് പറയുന്നത്, അൺലെസ് യു ഡു നോട്ട് കോൾ മീ ഐ വിൽ നോട്ട് കം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, അൺലെസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് മീനിങ് ആണ്. അതുപോലെ തന്നെ ഡു നോട്ട് എന്ന് പറയുന്നതും ഒരു നെഗറ്റീവ് മീനിങ് ആണ്. ഇങ്ങനെ 2 നെഗറ്റീവ് മീനിങ് ഓൾറെഡി വന്നു പോയി. ഇപ്പോൾ എന്താ, ഇത് പോസിറ്റീവായി. അൺലെസ് യു ഡു നോട്ട് കോൾ മീ എന്ന് പറഞ്ഞാൽ നീ വിളിച്ചാൽ അങ്ങനെ ആയിപ്പോയി, ഐ വിൽ നോട്ട് കം എന്ന് ആയിപ്പോയി. എന്നാൽ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് നോക്കിയേ, അൺലെസ് യു കോൾ മീ ഐ വിൽ നോട്ട് കം, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരുവില്ല. ഇതാണ്. ഓക്കെ, അപ്പോൾ ഓർക്കണം, അൺലെസ് യു കോൾ മീ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് മെയിൻ ക്ലോസിൽ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിട്ട് വേണം ഇത് നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷണൽ ക്ലോസിൽ ഈഫും അൺലെസ്സും ഉപയോഗിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഇനി ഞാനൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് PSCയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് എ കാർ. ഓപ്ഷൻ എ ഐ വിൽ ബൈ, ഓപ്ഷൻ ബി വുഡ് ബൈ, ഓപ്ഷൻ സി വുഡ് ഹാവ് ബോട്ട്, ഓപ്ഷൻ ഡി ഷാൾ ബൈ. ഓക്കെ, ഇനി നമുക്ക് ചിന്തിച്ച് നോക്കാം എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഈ ആൻസർ നമ്മൾ മനസ്സിൽ വരുന്നത് എന്താണ്? ഹാർഡാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? റൂൾ നമ്പർ 3 ആണ് അല്ലേ? റൂൾ നമ്പർ 3 ഇതായിരിക്കും. വുഡ് ഹാവ് ബോട്ട് ഇതായിരിക്കും നിങ്ങൾ എഴുതി വയ്ക്കുന്നത് അല്ലേ? വുഡ് ഹാവ് ബോട്ട് ഇതാണ് നിങ്ങൾ എഴുതി വയ്ക്കുന്നത്. എന്നാൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നന്നായിട്ട് ഒന്നും കൂടി നമ്മൾ ആലോചിക്കണം. ഓക്കെ, ആലോചിക്കാനായിട്ട് എന്താ ഇതിനുള്ളത്? ഹാർഡാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് എഴുതണം? വുഡ് ഹാവ് ഇതാണല്ലോ റൂള് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ അത് തെറ്റുണ്ട്. എന്താണ് തെറ്റ്? റൂൾ നമ്പർ 3 എന്ത് പറയുന്നു? റൂൾ നമ്പർ 3 പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഹാർഡ് പ്ലസ് V3 ഫോം ആണെങ്കിൽ മാത്രം എൻ്റെ മെയിൻ വെർബ് എന്തായിരിക്കും? വുഡ് അല്ലെങ്കിൽ ഷുഡ്, അതുമല്ലെങ്കിൽ മൈറ്റ്, അതുമല്ലെങ്കിൽ കുഡ്, പ്ലസിൻ്റെ കൂടെ ഇനി എഴുതാനായിട്ടുള്ളതാണ് ഹാവ് പ്ലസ് V3. ഇങ്ങനെയാണല്ലോ. ഓക്കെ, ഇതേ സെൻറ്റൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇഫ് ഐ ഹാഡ് മണി. ഹാഡ് എന്ന് പറയുന്ന ഒരു വെർബാണ്, സമ്മതിക്കുന്നു. എന്നാൽ മണി എന്ന് പറയുന്നത് എന്തായി? നൗണായി അല്ലേ? പക്ഷേ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഹാഡ് പ്ലസ് V3 ഫോമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു ഈ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ആക്സിലറി വെർബിൻ്റെ കൂടെ ഒരു മെയിൻ വെർബ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും ഈ വുഡ് ഹാവ് ബോട്ട് എന്ന്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ഈ ഹാഡാണ് ഇപ്പോഴത്തെ മെയിൻ വെർബായിട്ട് ഈ സബോർഡിനേറ്റ് ക്ലോസിൽ വന്നിരിക്കുന്നത്. സോ അത് കാരണം ഇത് ഹാഡായിട്ടാണ് എടുക്കേണ്ടത്. ഇതൊരു പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന സംഭവമാണ്. പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്ന ഒരു സെൻറ്റൻസ് മാത്രമേ ആയിട്ടുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കണം? വുഡ് ബൈ ആണ്. ഓർക്കുക, വുഡ് ബൈ ആണ് ഇതിൻ്റെ ആൻസർ. സോ നിങ്ങൾ ചിന്തിച്ച് വേണം ചെയ്യാൻ. ഓർക്കുക, ഹാർഡിൻ്റെ കൂടെ V3 അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റിൻ്റെ കൂടെ ആക്സിലറി വെർബിൻ്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ടും മെയിൻ വെർബ്, അത് V1 ആകാം, V2 ആകാം, V3 ആകാം, ഏതായാലും വെർബ് ചേർന്ന് വന്നാൽ മാത്രമേ നമുക്ക് കണ്ടീഷനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുക. സോ കൺഫ്യൂഷൻ ഫാക്ട് മുതൽ കണ്ടീഷണൽ ക്ലോസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ നിങ്ങളെ മീറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.